ഓം ശാന്തി. ഇന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി സ്വയം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഏതെല്ലാം സുരക്ഷാ വലയങ്ങൾക്കുള്ളിലിരിക്കുമ്പോഴും ആപത്ത് വരുന്നൊരു കാലം. പറയുമ്പോൾ എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഒരു സ്ത്രീക്കും സ്വസ്ഥമായി എവിടെയും എപ്പോഴും സഞ്ചരിക്കാം. ഒരു പുരുഷനും എവിടെയും എപ്പോഴും സ്വസ്ഥമായി സഞ്ചരിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പം. പക്ഷെ പലപ്പോഴും ഇന്ന് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആക്രമിക്കപ്പെടുകയും ജീവിതം നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് എന്നും ദുഃഖത്തിൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ദുഃഖത്തിൻ്റെ ഓർമ്മകളായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അച്ഛനും അമ്മയ്ക്കും ഇന്നെന്നും വയറ്റിലൊരു തീയാണ്. അയ്യോ, എൻ്റെ കുട്ടികൾക്കൊന്നും ആപത്ത് വരരുത്, കുട്ടികളെന്നും സുരക്ഷിതമായിരിക്കണം, കുട്ടികളെപ്പോഴും സംരക്ഷണത്തിലുണ്ടായിരിക്കണം, അതിനെന്താണ് ഒരു വഴി, അത് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ഭീതി എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും സ്വയം സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു നെഗറ്റീവ് പ്രൂഫ് കോട്ടിനെ കുറിച്ചാണ്, അഥവാ അറ്റാക്ക് പ്രൂഫ് കോട്ട്. ഈ ലോകത്തെ മറ്റു ദുഷ്ശക്തികളിൽ നിന്ന് അഥവാ ദുഷ്ടവിചാരങ്ങളുള്ള മനുഷ്യന്മാരിൽ നിന്ന് ഒക്കെ അവനവനെ രക്ഷിക്കാനായിട്ട് സ്വയം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വാട്ടർ പ്രൂഫ്, ബുള്ളറ്റ് പ്രൂഫ്, ഇങ്ങനത്തെ വ്യത്യസ്തമായ കോട്ടുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ആപത്തിൽ നിന്നും സുരക്ഷ നേടാനുള്ള ഒരു നെഗറ്റീവ് പ്രൂഫ് കോട്ടാണ് നമുക്കിന്ന് തയ്യാറാക്കാനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് ഓരോരുത്തരും അവനവൻ്റെ കോട്ട് സ്വയം സ്റ്റിച്ച് ചെയ്യണം. വേറെ ഒരാൾക്ക് നമുക്ക് വേണ്ടി ഒരു കോട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് അവനവൻ്റെ കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ അവനവൻ തയ്യാറാകണം. എന്താണ് ഈ കോട്ടെന്നായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ഇപ്പോഴത്തെ വിചാരം. നമ്മളെല്ലാ മനുഷ്യന്മാരുടെ ചുറ്റും ഒരു പ്രഭാവലയുണ്ട്. ഓറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ആഭയാണത്. ആ പ്രഭാവലയം അഥവാ ഊർജ്ജമണ്ഡലം എല്ലാ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് ചുറ്റുമുണ്ട്. സാധാരണ ദേവീ ദേവന്മാരൊക്കെ വരയ്ക്കുമ്പോൾ അവരുടെ തലയ്ക്ക് ചുറ്റും നമ്മളൊരു പ്രഭാവലയം വരയ്ക്കാറുണ്ട്. ഈ പ്രഭാവലയം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും മനുഷ്യരുടെ ശരീരത്തിന് ചുറ്റുമുണ്ട്. നമ്മുടെ കർമ്മം അഥവാ പ്രവർത്തനത്തിൻ്റെ ബീജമായിരിക്കുന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉദിക്കുമ്പോൾ തന്നെ ആ സങ്കല്പത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഒരു പ്രകാശത്തിൻ്റെ പ്രകമ്പനം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ഓരോ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയും ഒഴുകി അത് ശരീരത്തിന് ചുറ്റും ഒരു പ്രഭാവലയമായി മാറും. ഈ പ്രഭാവലയം അഥവാ ഓറ സാധാരണ നമ്മൾ ദേവീ ദേവന്മാരുടെ തലയ്ക്ക് ചുറ്റുമാണ് കാണിക്കാറ്. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു മനുഷ്യൻ്റെ ചുറ്റും ആ പ്രഭാവലയം എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന്. ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന വിചാരങ്ങൾ കൊണ്ട് അവർക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രഭാവലയമാണ്. കേവലം ഡെഡ് ബോഡിക്ക് മാത്രമാണ് ഈ പ്രഭാവലയം ഇല്ലാത്തത്. കാരണം അവരുടെ ഉള്ളിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവില്ല. അഥവാ അവരുടെ ആ ശരീരത്തിൽ ആത്മാവ് പറന്നു പോയിരിക്കുന്നു. വിചാരിക്കാനുള്ള ശക്തി, തോട്ട് പവർ ആ ശരീരത്തിനില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഓറ അഥവാ പ്രഭാമണ്ഡലം. ഇതാണ് നമ്മുടെ കോട്ടായിട്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഏതൊരാളുടെ ഈ ഓറ അഥവാ പ്രഭാമണ്ഡലം വളരെ ശക്തമായ ഒരു ക്രീമി വൈറ്റ് ലൈറ്റോ അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ലൈറ്റോ ഒക്കെ ആയി ശക്തമായൊരു പ്രഭ തുളുമ്പുന്നൊരു പ്രഭാവലയം അവർക്കുള്ളത്. അവരെതിരെ നടന്നു പോകുകയാണെങ്കിലും അവരുടെ ചുറ്റും നിന്നുണ്ടാകുന്ന ആ പ്രഭയുടെ പ്രകമ്പനം കൊണ്ട് അവരെ ഉപദ്രവിക്കണം എന്ന സങ്കല്പത്തോടെ ഒരാൾ നോക്കണം എന്ന് വിചാരിച്ചിരുന്നാലും അവർ കാണുക പോലും ചെയ്യാതെ അവരവിടെ നിന്ന് രക്ഷപ്പെടും. അഥവാ കണ്ടാൽ തന്നെ അത്രയും വലിയൊരു അവസ്ഥയിൽ അവരെ കണ്ടുമുട്ടിയാൽ പോലും അവരെ കാണില്ല. ആ പ്രകാശത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടദൈവത്തിനെയോ കണ്ടുകൊണ്ട് അവർ കടന്നു പോകും. അപ്പോൾ ഏതൊരവസ്ഥയിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അവനവനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ശ്രേഷ്ഠ വിചാരങ്ങളുടെ ആധാരത്തിൽ ചുറ്റുള്ള കോട്ട് അഥവാ പ്രഭാവലയം ഓറ സ്ട്രോങ് ആക്കണം. എങ്ങനെയാണ് ഈ പ്രഭാവലയം നമുക്ക് സ്ട്രോങ് ആക്കാൻ കഴിയുക? എപ്പോഴൊക്കെയാണ് ഈ പ്രഭാവലയം മങ്ങി പ്രവർത്തിക്കാൻ ശക്തിയില്ലാത്ത അഥവാ വീക്കായ അവസ്ഥയിലുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നോ, അല്ലെങ്കിൽ അസൂയ വരുന്നോ, അല്ലെങ്കിൽ
മറ്റുള്ളവരെ ചതിക്കുന്നൊരു സ്വഭാവം, കളവ് പറയുന്ന സ്വഭാവം, അസത്യം പറയുന്ന സ്വഭാവം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ഇത്തരം കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ അസത്യം, കളവ്, അതായത് ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സിലൂടെ പ്രവർത്തിക്കുന്ന കർമ്മം. ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന എനർജി നെഗറ്റീവായിരിക്കും. അപ്പോൾ നമ്മുടെ ഓറ അഥവാ ഈ പ്രഭാവലയം ഡിമ്മാവും. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി തെറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണ നമ്മൾ നൽകുകയാണെങ്കിൽ അതും നമ്മുടെ കർമ്മം മോശമാണ്, അഥവാ നമ്മുടെ തോട്ട് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മം ഏത് ടൈപ്പ് തോട്ട് കൊണ്ട് ഡ്രിവൺ ചെയ്യപ്പെട്ടിരിക്കുന്നു, അഥവാ നിങ്ങളുടെ ഡ്രൈവ് എന്താണ്, നമ്മുടെ തോട്ടിൻ്റെ, നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അടിയൊഴുക്ക് എന്താണ്, ഇത് വളരെ പ്രധാനമാണ്. അപ്പം ഞാനൊരു കർമ്മം ചെയ്യുന്നു, എൻ്റെ കർമ്മം മൂലം മറ്റൊരാൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നുവെങ്കിൽ എൻ്റെ ഈ പ്രഭാവലയം അഥവാ ഈ കോട്ട് ലൈറ്റായി മാറും, അഥവാ എൻ്റെ ശക്തി കുറയും. അതിൻ്റെ ഉള്ളിലൂടെ മറ്റു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരും. ഇതുപോലെ തന്നെ നമ്മുടെ നാവിന് 2.5 ഇഞ്ച് നീളേ ഉള്ളൂ. ഈ 2.5 ഇഞ്ച് നീളമുള്ള നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള ജീവജാലങ്ങൾക്ക് ജീവഹാനി സംഭവിപ്പിക്കുമ്പോൾ, അതിനെ ജീവനെടുത്താലും ജീവനെടുക്കാൻ നമ്മൾ സഹായിച്ചാലും പ്രേരിപ്പിച്ചാലും, ഇതൊക്കെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആ ആഭയെ അഥവാ പ്രഭാമണ്ഡലത്തിനെ, ഊർജ്ജമണ്ഡലത്തിനെ വീക്കാകും. അതായത് നമ്മുടെ യാത്രയിൽ നമുക്ക് ആപത്ത് പറ്റാൻ വളരെ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ കർമ്മം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം വളരെയധികം നശിക്കുന്ന ഒരവസ്ഥയിലെത്തി, അഥവാ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു, മറ്റൊരാൾ വധിക്കപ്പെട്ടു, അഥവാ ഞാനൊരാളെ വധിച്ചു, ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഈ ആഭ എന്ന് പറയുന്നത്, ഊർജ്ജമണ്ഡലം എന്ന് പറയുന്നത് ഓട്ടയാകും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആപത്തുകൾ സംഭവിക്കും. ഇനി എങ്ങനെ ഇതിനെ ശക്തിപ്പെടുത്താമെന്നല്ലേ, എപ്പോഴൊക്കെയാണോ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു കർമ്മങ്ങൾ പോലും സ്നേഹം, ശാന്തി, വിശ്വാസം, പവിത്രത, സത്യത തുടങ്ങിയ സദ്ഗുണങ്ങൾ കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നത്, ആ സമയത്ത് ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ പ്രകമ്പനം നമ്മുടെ ഈ പ്രഭാമണ്ഡലത്തിനെ, ഊർജ്ജമണ്ഡലത്തിനെ, അഥവാ നമ്മുടെ ഈ നെഗറ്റീവ് പ്രൂഫ് ഉടുപ്പിനെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ ഞാൻ മുഴുകുന്ന സമയത്ത്, എപ്പോൾ നമ്മൾ ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുന്നോ, യാതൊന്നും ആഗ്രഹിക്കാതെ ഈശ്വരനോടുള്ള സ്നേഹം കൊണ്ട് ഈശ്വരനെ നിങ്ങൾ ഓർമ്മിക്കുന്നു, ആ സമയത്തും നമ്മുടെ ചുറ്റുമുള്ള ആ ആഭ അഥവാ ഊർജ്ജമണ്ഡലം അതിതീവ്രമായിക്കൊണ്ടിരിക്കും. ആ തീക്ഷ്ണപ്രകാശം നിങ്ങളുടെ സേഫ്റ്റിക്കുള്ള ഒരു നെഗറ്റീവ് പ്രൂഫ് കോട്ടായി പ്രവർത്തിക്കും. ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്രയമാകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു ആശ്രയവും താങ്ങും തണലുമായി മാറുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഇതിൻ്റെ ശക്തിനെ അഥവാ ഈ കോട്ടിനെ സ്ട്രോങ് ആക്കുന്നതാണ്. ഇതിനെ ഏറ്റവും സ്ട്രോങ് ആക്കാൻ പറ്റിയ, നിങ്ങളുടെ ഈ നെഗറ്റീവ് പ്രൂഫ് കോട്ടിനെ പൂർണ്ണമായും പ്രവർത്തനോന്മുഖമാക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയാണ് മെഡിറ്റേഷൻ. എപ്പോഴാണോ നമ്മുടെ വിചാരത്തിൽ ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനെ ചലിപ്പിക്കുന്ന ഒരു ജ്യോതിർബിന്ദു സ്വരൂപമായിരിക്കുന്ന അവിനാശി ഊർജ്ജമാണ്, ആത്മാവാണെന്ന് തോട്ട് വരുന്നത്, നമ്മുടെ കർമ്മത്തിനോടുള്ള സമീപനം എല്ലാം മാറും, ജീവിതത്തിനോടുള്ള സമീപനവും മാറും. അപ്പോൾ കർമ്മങ്ങളിൽ നന്മ ചെയ്യാനും ചെറിയ ചെറിയ സ്വാർത്ഥതകൾക്കടിമയായിക്കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ചതിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനും നമുക്ക് സഹായം കിട്ടും. അങ്ങനെ നമ്മുടെ കർമ്മം, ഇതിനെ പറയുക ആത്മബോധത്തിലേക്ക് വരിക എന്നാണ്. ആത്മബോധത്തിൽ ഉയർന്നുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ചുറ്റും ഈ കണ്ണുകൾ കൊണ്ട് സാധാരണക്കാർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പോലും മാറും. നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കോട്ട്, നെഗറ്റീവ് പ്രൂഫ് കോട്ട് നിങ്ങളുടെ സേഫ്റ്റിയുടെ ഇൻസ്ട്രുമെൻ്റായിക്കൊണ്ട് പ്രവർത്തിക്കും. ദിവസവും നമ്മളതിനെ ചാർജ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട പ്രക്രിയയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിലും 2 തോട്ട് വളരെ പ്രധാനമാണ്. ഒരു സിമ്പിളായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ്, ഞാൻ ആത്മ ഈ ശരീരത്തിലിരിക്കുന്നു, ഇതിലൂടെ പ്രവർത്തിക്കുകയാണ്, ഇതെൻ്റെ ഉടുപ്പാണ്, ഞാൻ ചൈതന്യ സ്വരൂപമാണ്, ശാന്തി സ്വരൂപമാണ്, സ്നേഹസ്വരൂപമാണ്, പരമാത്മാവിൻ്റെ പ്രിയ സന്താനമാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ വിചാരങ്ങൾ നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വിചാരം നമ്മുടെ കോട്ടിനെ ശക്താക്കും. രണ്ടാമത്, നമ്മൾ രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂറെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി, സ്വയം അവനവൻ്റെ മനസ്സിനെ ചാർജ് ചെയ്യാൻ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. ഏതവസ്ഥയിലും നിങ്ങൾക്ക് ഒരു ആപത്തും വരില്ല എന്നുള്ളത് 100% ശരി. ഇനി
അടുത്തൊരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ സർവശക്തിവാൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയും. എന്താണ് ഈ മാസ്റ്റർ സർവശക്തിവാൻ പ്രാക്ടീസ്? നമ്മൾ ഓരോരുത്തരും സർവശക്തിവാനായ പരമാത്മാവിൻ്റെ പ്രിയ സന്താനങ്ങളാണ്. അപ്പോൾ ഭഗവാൻ നമ്മുടെ അച്ഛനായിരിക്കെ നമ്മൾ അവിടുത്തെ സന്താനങ്ങളാണ്. അച്ഛൻ്റെ എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുവാണെങ്കിലും ധനമാണെങ്കിലും ശക്തിയാണെങ്കിലും മക്കൾക്കും സ്വന്തമാണ്. അപ്പോൾ സർവശക്തിവാനായ പരമാത്മാവിൻ്റെ പ്രിയ സന്താനമായിരിക്കുന്ന എനിക്ക് പരമാത്മാവിൻ്റെ സർവശക്തികളും എൻ്റെ ജന്മാവകാശമാണ് എന്ന് വിശ്വസിക്കാനും മാനിക്കാനും സാധിക്കണം. രാവിലെ എഴുന്നേറ്റ് പുലർക്കാലത്ത് 4 മുതൽ 5 വരെയുള്ള മണിക്കൂർ സമയം നിങ്ങൾ ധ്യാനിക്കാനിരിക്കുക. ആ ധ്യാനത്തിൽ ആദ്യം 108 പ്രാവശ്യം ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ പരമാത്മാവിൻ്റെ പ്രകാശകരങ്ങളിൽ സുരക്ഷിതനായിരിക്കുന്നു. ഈ തോട്ട് ഒരേ സങ്കല്പത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ പരമാത്മാ പ്രകാശബിന്ദു സ്വരൂപമായി വന്ന് നിൽക്കുന്നതും ആ പ്രകാശബിന്ദു സ്വരൂപത്തിൽ നിന്ന് സർവശക്തികളും ഒരു മഴവില്ല് പൊടിച്ച് ഇട്ടിട്ട് ഒഴുകുന്ന ഒരു പ്രകാശം പോലെ സപ്തവർണ്ണങ്ങൾ നിറഞ്ഞൊരു പ്രകാശം ഒഴുകി വന്ന് നമ്മുടെ മൂർധാവിലൂടെ ശരീരത്തിൽ കടന്ന് ശരീരത്തിൻ്റെ മുഴുവൻ എല്ലാ അംഗപ്രത്യംഗങ്ങളിലൂടെ ഒഴുകി ശരീരത്തിന് ചുറ്റും വലിയൊരു പ്രഭാവലയം തീർത്തതായിട്ട് കാണുക. ആ കാഴ്ചയെ, ആ ഒരു സീൻ മനസ്സിൻ്റെ ഉള്ളിൽ പതിപ്പിക്കുക. ഓരോ പ്രാവശ്യവും തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സീൻ വീണ്ടും വീണ്ടും കാണുക. ഞാൻ ആത്മാ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. സർവശക്തിവാനാകുന്ന പരമാത്മാവിൻ്റെ പ്രകാശകരങ്ങളിൽ സുരക്ഷിതനാകുന്നു. ഇങ്ങനെ ഒരു 108 പ്രാവശ്യം പ്രഭാതത്തിലും 108 പ്രാവശ്യം ത്രിസന്ധ്യ സമയത്തും നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്ന ഇരിപ്പിൽ അതിനെ നിങ്ങൾ അനുഭൂതി ചെയ്യുക. ഇത് വീണ്ടും വീണ്ടും കാണുക. ആദ്യമൊക്കെ കാണാൻ നമുക്ക് പരിശ്രമിക്കേണ്ടി വരും. പിന്നെ ഈ തോട്ട് വരുമ്പോഴേക്കും സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും പോലെ ഈ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ സീൻ നിങ്ങളുടെ മുന്നിൽ വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അല്ല വീട്ടിലെ പണികളെടുക്കുകയാണെങ്കിലും നമ്മൾ മറ്റു സാധാരണ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും എപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധി ഫ്രീ ആകുന്നു അപ്പോഴൊക്കെ തന്നെ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ് ഞാൻ, സർവശക്തിവാൻ കരങ്ങളിൽ സുരക്ഷിതനാണ് ഞാൻ എന്ന് നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലക്ഷ്യം വയ്ക്കുക. 1008 പ്രാവശ്യം എനിക്ക് ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കും. അല്ലെങ്കിൽ വല്ലപ്പോഴും വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് മുഴുവൻ മാസ്റ്റർ സർവശക്തിവാനെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ഒരു 1008 പ്രാവശ്യം ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് തോട്ട് ക്രിയേറ്റ് ചെയ്യും എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വയം ചെക്കിങ് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഓരോ സമയവും ഭഗവാനുമായി ഒരു ലിങ്ക് വരുന്ന പോലെ ഒരു സുഖകരമായ ഒരു സംബന്ധത്തിൻ്റെ അനുഭൂതി നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ അനുഭവം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു തീക്ഷ്ണ പ്രകാശത്തിൻ്റെ പ്രഭാവലയം നിർമ്മിക്കപ്പെടും. അഥവാ നിങ്ങളുടെ നെഗറ്റീവ് പ്രൂഫ് കോട്ട് റെഡിയായി ഈ കോട്ട് ധരിച്ചുകൊണ്ട് ഈ സ്മൃതിയിലൂടെ ഏത് സമയത്തും നമ്മൾ നിർബന്ധിതാകുന്ന സാഹചര്യങ്ങളിൽ അസമയത്തായാൽ പോലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ആ സങ്കല്പത്തിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ആപത്ത് വരില്ല. നിങ്ങൾക്കും സർവേശ്വരൻ്റെ സ്മൃതിയിലൂടെ സ്വന്തം കോട്ട് തയ്യാറാക്കി ഏതവസ്ഥയിലും സുരക്ഷിതരായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ.